സ്തോത്രം. സാധാരണ പോലെ തുടങ്ങുന്ന ചില ദിവസങ്ങൾ, സാധാരണ പോലെ തുടങ്ങുന്ന ഈ പുതിയ വർഷം, സാധാരണ പോലെ ഹല്ലേലൂയ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഹല്ലേലൂയ ആ പോകുന്ന പോക്ക്, ആ ഡ്രൈവിങ്, ചിലപ്പം സാധാരണ ചെയ്യുന്നത് പോലെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നതായിരിക്കും, സാധാരണ ചെയ്യുന്നത് പോലെ വെറുതെ ഒരു പാർക്കിൽ പോകുന്നതായിരിക്കാം, സാധാരണ ചെയ്യുന്നത് പോലെ താഴെ എഴുന്നേറ്റ് വന്നിരുന്ന് പത്രം വായിക്കുന്നതായിരിക്കാം, അതിന്റെ കൂടെ വന്ന ഒരു ട്രാക്റ്റ് ആയിരിക്കാം. സാധാരണ എന്നും പോകുന്ന, ഞാൻ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം, എന്നും പോകുന്ന ഹോട്ടലിൽ പോയി കുടുംബമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നതായിരിക്കാം. അവിടെ വെച്ച് ചില വലിയ കാഴ്ചകൾ, തീ വീണിട്ടും കത്തിത്തീരാതെ പോയ ചില ജീവിതങ്ങളുമായിട്ടുള്ള കൂട്ടിമുട്ടൽ. സ്തോത്രം. ശ്മരാഹത്തുരാലകനം ധനതികലാരകത്ത്. ഹല്ലേലൂയ. വളരെ സാധാരണമായി തുടങ്ങുന്ന ചില ആഴ്ചകൾ, ചില മാസങ്ങൾ, ചില ദിവസങ്ങൾ, പ്രൊഫറ്റിക്കലി ഞാൻ പറയാം, എല്ലാ വർഷവും തുടങ്ങുന്നത് പോലെ സാധാരണമായി ഒരു പ്രത്യേകതകളും ഇല്ലാതെ തുടങ്ങുന്ന ഈ വർഷം ചില വലിയ കാഴ്ചകളുടെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തുന്ന ഒരു വർഷം, ഒരു പേഴ്സണൽ എൻകൗണ്ടറിന്റെ വർഷം. ഹല്ലേലൂയ. സ്തോത്രം. 3:1 വായിക്കുന്നു, താൻ ആ ആടുകളെയും കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും താൻ അവിടം വരെ പോയത്? The desire to provide the best for his flock. അതായത് തൻ്റെ ആടുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. താൻ നോക്കിയപ്പോൾ ഈ മരുഭൂമിക്ക് അപ്പുറത്ത് ഹോരേബിന്റെ അടിവാരത്തിൽ നല്ല പച്ചിപ്പ്, നല്ല പച്ചിപ്പ്. എന്നാൽ എൻ്റെ ആടുകളെ അവിടേക്ക് കൊണ്ടുപോയേക്കാം. എല്ലാവരും ചെയ്യുന്നത് പോലെ അവിടെ പോയാൽ, ആ കാര്യം ചെയ്താൽ എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു മൂവ്, ഹല്ലേലൂയ, എടുക്കുന്ന ഒരു സ്റ്റെപ്പ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരുങ്ങി ഇറങ്ങുന്നത് പോലെ ഒരുങ്ങി ഇറങ്ങി വാഹനത്തിൽ കയറി പോകുന്ന ഒരു പോക്കെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചേ. സാധാരണ പോകുന്നത് പോലെ വീട്ടിൽ നിന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഈ ഭാഗം ഓർത്ത് ദൈവത്തോട് പറയണം, കർത്താവേ, ഒരു വലിയ കാഴ്ചയ്ക്കായിട്ടുള്ള ഒരു പോക്കാക്കി ഇതിനെ മാറ്റണം, ഒരു പേഴ്സണൽ എൻകൗണ്ടറിന്റെ പോക്കാക്കി ഇതിനെ മാറ്റണം. ഈ ജോലിക്ക് പോകുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഈ മോശ തിരിച്ചു വന്ന് തന്റെ അമ്മാവിയപ്പനോട് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. 4-ാം അധ്യായം, എക്സഡസ് ചാപ്റ്റർ 4:18. പിന്നെ മോശ തന്റെ അമ്മായിയപ്പനായ യിത്രോവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രയീമിലെ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോടിരിക്കുന്നു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യിത്രോ മോശയോട് സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നും സാധാരണമായി ആടുകളെ ഹല്ലേലൂയ നോക്കാനായി ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ 40 വർഷമായി ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്ന മോശയുടെ വ്യത്യസ്തമായ ഒരു യാത്രയുടെ പുറപ്പാട്. വിശ്വസിക്കാമോ? ഈ 2026 ഹല്ലേലൂയ പതിവിന് വിപരീതമായി ചിലതിനെ ഹല്ലേലൂയ യാത്രയ്ക്കായി ചിലത് പൊതിഞ്ഞു കെട്ടി നാം പറഞ്ഞു വിടും. അന്ന് യിത്രോ എല്ലാ ദിവസവും യാത്ര അയച്ചതുപോലെ അല്ല മോശയെ യാത്ര അയച്ചത്. ഹല്ലേലൂയ. കുടുംബമായി ചിലതിനെ പറഞ്ഞു വിടും.
ചില ദേശങ്ങളിലേക്ക് പറഞ്ഞു വിടും. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ദൈവം അവരോട് പറഞ്ഞ ചില പ്രവചനങ്ങളുടെ നിവർത്തിക്കായി ചിലതിനെ യാത്രയയക്കുന്ന ഒരു വർഷമായതെന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദൂത് കേൾക്കുന്ന ചില മാതാക്കൾ തങ്ങളുടെ ഹല്ലേലൂയ മക്കളെ അവരുടെ വിളിക്കായി ഒരുക്കി പ്രാർത്ഥിച്ചയക്കുന്ന ഒരു വർഷമാണ് ഇതെന്ന് വിശ്വസിക്കാം. അതിനുവേണ്ടി ഒരുങ്ങുന്ന സാഹചര്യങ്ങൾ മുഴുവൻ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരും. ദൈവം അതിനെ നെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊന്ന് വിശ്വസിക്കും. ആ ഒരു അൺയൂഷ്വൽ ഗ്രേറ്റ് സൈറ്റ് മോശ തന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച. മോശയോട് ചോദിച്ചാൽ മോശ പറയും, അതെന്റെ ജീവിതത്തിൽ ആ കാഴ്ച എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി ഭവിച്ചു. സ്തോത്രം. 3:3 നമ്മളത് വായിക്കുന്നത്. 3:5 ഇന്ന് വരെ തന്നോട് ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ എന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളാം. സ്തോത്രം. അന്ന് മോശ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ചെരുപ്പില്ലാതെ വന്നു കാണും എന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുകയാണ്. എൻ്റെ ഒരു ചെറിയ ഇമാജിനേഷൻ, ഞാൻ അങ്ങനെ ചിന്തിക്കുക. സ്തോത്രം. ദീർഘവർഷങ്ങളായി കാലിൽ കെട്ടിക്കൊണ്ട് നടന്ന ചിലത് എൻകൗണ്ടർ മുഖാന്തരം അഴിച്ചു കളഞ്ഞേച്ച് വീട്ടിൽ വന്ന് കയറുന്ന ഒരു വർഷമാണ് ഇതെന്ന് വിശ്വസിക്കാം. ഒരിക്കലും അഴിച്ചു കളയത്തില്ലെന്ന് അവര് ചിന്തിക്കുകയും നാം ചിന്തിക്കുകയും, പ്രാർത്ഥിച്ചിട്ട് അഴിയുന്നില്ല, ഉപവസിച്ചിട്ട് അഴിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്തെല്ലാം പറഞ്ഞിട്ടും വിട്ടുകളയുന്നില്ല. റിഗനം ധനതികലാരകശഹദുന. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത്തരത്തിലുള്ള ചിലതിനെ ഹല്ലേലൂയ ചില വലിയ കാഴ്ചകളുടെ നടുവിൽ ചില മുൾപടർപ്പിന്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഹല്ലേലൂയ വീട്ടിലേക്ക് നഗ്നപാതരായി, ബന്ധനമില്ലാത്തവരായി, ഹല്ലേലൂയ അഴിഞ്ഞവരായി വന്നു കയറുന്ന ഒരു വർഷം. ചില മദ്യപാനത്തിന്റെ കെട്ട്, ചില പുകവലിയുടെ കെട്ട്, മറ്റു ചില ആസക്തികളുടെ കെട്ട്, ഹല്ലേലൂയ ചില പൈശാചിക കെട്ടുകൾ, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിനെ മുഴുവൻ അഴിച്ചു കളഞ്ഞ്, വേറെ ആരും അഴിക്കുകയല്ല, അവർ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷി കെണി പൊട്ടി പുറത്തു വരുന്നത് പോലെ സ്വയം അഴിച്ച് അതിനകത്ത് നിന്ന് പുറത്തു വരുന്നത്, അങ്ങനെ വീട്ടിൽ കയറി വരുന്നത്, ദേശത്ത് നിന്ന് ചിലത് ദൈവസഭകൾക്കകത്തേക്ക് കയറി വരുന്നത് കാണുന്ന ഒരു വർഷം. ഹല്ലേലൂയ, സ്തോത്രം. മോശയോടത് പറയുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, മോശെ, ഞാൻ പറയുന്നത് നീ ഇതനുസരിച്ചാ ഉണ്ടല്ലോ, നിനക്കിത് നഷ്ടമല്ല കേട്ടോ. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ മോശയും മോശയോട് ചേർന്ന് നിന്ന മരുഭൂമിയിലെ ദൈവസഭയും അതിലുള്ള ഒരുത്തന്റെ പോലും ചെരുപ്പ് തേഞ്ഞില്ല. ഹല്ലേലൂയ. മോശേ, നീ മാത്രമേ ചെരുപ്പ് അഴിച്ചു കളഞ്ഞുള്ളൂ, പക്ഷെ നിന്റെ കൂടെ ചേർന്നതിന്റെ പോലും ചെരുപ്പ് തേയാതെ സ്വർഗം സൂക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണോ ചിലതൊക്കെ അഴിച്ചു കളഞ്ഞേച്ച് ഇങ്ങോട്ട് കയറിയത്?
ഒറ്റയ്ക്കാണോ? ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിച്ചു. നാമാണ് ആ നഷ്ടം സഹിച്ചത്, നാമാണ് അതനുസരിച്ചത്. പക്ഷെ കൂടെ നിൽക്കുന്നതിന് പോലും അതിൻ്റെ ഒരു അനുഗ്രഹത്തിന്റെ പങ്ക്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, മോശ മാത്രമേ ചെരുപ്പഴിച്ചു കളഞ്ഞുള്ളൂ. പക്ഷെ മോശയുടെ കൂടെ ഇറങ്ങിയ മൊത്തം പേര് 40 വർഷം അവരുടെ ചെരുപ്പും തേഞ്ഞില്ല, വസ്ത്രവും പഴകി. ഡബിൾ ബ്ലെസ്സിങ്സ്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ച്, ഞാൻ ചിലതൊക്കെ ഉപേക്ഷിച്ച്, അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ ചിലതൊക്കെ മനഃപൂർവമായി അഴിച്ചു കളഞ്ഞത്. അതെനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്കും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർക്കും അനുഗ്രഹത്തോടെ അനുഭവിക്കാൻ കഴിയുന്ന ചിലതാക്കി അങ്ങ് മാറ്റിത്തരണം, അങ്ങ് മാറ്റിത്തരണം. സ്തോത്രം. മോശയോട് ചോദിച്ചേ, മോശേ, നീ ആ വടി നിലത്തിട്ടല്ലോ, നീ ആ വടി നിലത്തിട്ടല്ലോ, ഇത്രയും കാലം കൊണ്ടു നടന്ന വടിയല്ലേ? ദ കാസ്റ്റിംഗ് ഓഫ് ദ റോഡ്. മോശ പറയും, ഇട്ടത് നന്നായി, അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. കാരണം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇടുമ്പോൾ അത് ഒരു വടിയായിരുന്നു. മോശയോട് ചോദിച്ചു, ഇതെന്തോ ഒരു വടി? പക്ഷെ 20-ാം വാക്യത്തിൽ പോകുമ്പോൾ അത് ദൈവത്തിന്റെ വടിയായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഹല്ലേലൂയ. God was weaving one of the shadows of Christ to lead the Old Testament wilderness church in the wilderness. ഒരു പുതിയ നിയമ അപ്പോസ്തലനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ തുടങ്ങി റോമൻ കാരാഗ്രഹം വരെ നെയ്തെടുത്തതുപോലെ ഇവിടെ ഇതാ ഹോരേബിന്റെ അടിവാരം തുടങ്ങി പിസ്ഗയുടെ മുകൾ വരെ ഒരുവന്റെ ജീവിതത്തിന്റെ ഡീറ്റെയിൽസ് വെച്ച് ദൈവം നെയ്തെടുത്തു. ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പ്രഗത്ഭനായ ലീഡർ, 3 വിധ അഭിഷേകവും ചുമന്ന ഒരു നേതാവ്. He had a priestly anointing. അതുകൊണ്ടാണ് ആദ്യത്തെ മഹാപുരോഹിതനെ തനിക്ക് കരപൂർണം ചെയ്യാൻ, അഭിഷേകം ചെയ്യാൻ ദൈവാധികാരം കൊടുത്തത്. അവന്റെ മേലൊരു പൗരോഹിത്യ അഭിഷേകം ഉണ്ടായിരുന്നു, മോശയുടെ മേൽ. He carried a kingly anointing. That's why he could lead the church in the wilderness for around 40 years. 40 വർഷം മരുഭൂമിയിലെ ദൈവസഭയെ നടത്താൻ കഴിഞ്ഞത് ആ രാജകീയ അഭിഷേകം തന്റെ മേലുണ്ടായിരുന്നതുകൊണ്ട്. He carried a prophetic anointing. തന്റെ മേലൊരു പ്രവാചകന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. ധാരാളം പ്രാവശ്യം അത് വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവം തന്നെ പറഞ്ഞു, മോശയെ പോലെ ഒരു പ്രവാചകനെ ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് തരാം. മിദ്യാനിലെ ആ ഹോരേബിന്റെ അടിവാരത്തിൽ നിന്ന് ഒരു വലിയ കാഴ്ച കൊടുത്ത് തന്റെ ചെരുപ്പൂരിച്ചു കളഞ്ഞ്, തന്റെ വഴി താടയിടിപ്പിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. താൻ ഒരുവനെ നെയ്തെടുക്കുകയായിരുന്നു. സ്തോത്രം. ഇത്തരത്തിൽ ചിലതിനെ നമ്മുടെ വീട്ടിനകത്തും സ്വർഗം നെയ്തുകൊണ്ടിരിക്കുക. അവർ പുറത്തു വരും. നാം ജീവനോടെ ഉണ്ടെങ്കിൽ, കർത്താവിന്റെ വരവ് താമസിച്ചെങ്കിൽ 2026 അവസാനം നമുക്കൊരു സാക്ഷ്യം പറയാൻ കർത്താവ് തരും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെ എൻ്റെ വീട്ടിനകത്ത് സംഭവിച്ചത്, ചിലരുടെ യാത്രകളിൽ സംഭവിച്ചത്, അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക്, അവരുടെ വിളിയിലേക്ക് അവർ വരുന്നതിന് കാരണമായി.
പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 11 വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് യോശുവയെ കാണാനായിട്ട് കഴിയും. അവിടെ വായിക്കാൻ കഴിയുന്നത്, നൂന്റെ മകനായ യോശുവയോ തൻ കൂടാരം വിട്ടു പിരിയാതിരുന്നു. സ്തോത്രം. ഈ കൂടാരം വിട്ടു പിരിയാതെ യോശുവ ഇങ്ങനെ അതിന്റെ ചുറ്റും അകവും പുറവും ഇദ്ദേഹം വീട്ടിൽ പോത്തില്ല. മോശ വീട്ടിൽ പോയാലും ഇദ്ദേഹം വീട്ടിൽ പോത്തില്ല. കൂടാരം വിട്ടു പിരിയാതെ. താനൊരു ലേവി ഗോത്രക്കാരനല്ല, താനൊരു യഹൂദ ഗോത്രക്കാരനല്ല, താനൊരു എഫ്രൈം ഗോത്രക്കാരനാണ്. തനിക്ക് കൂടാരവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്തമില്ല. പക്ഷേ താൻ കൂടാരം വിട്ടുപിരിയാതിരിക്കുക. യോശുവയോട് വിളിച്ചു ചോദിച്ചാൽ യോശുവ പറയും, ആ കൂടാരവുമായി ബന്ധപ്പെട്ട്, മോശയുമായി ബന്ധപ്പെട്ട് ചുറ്റിക്കറങ്ങി ഹല്ലേലൂയ പാളയത്തിലുള്ളവർ മുഴുവൻ പേരും പറഞ്ഞു, ഇവൻ എന്തിനാ, ഈ ചെറുപ്പക്കാരൻ എന്തിനാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്? അവൻ യഹൂദനല്ലല്ലോ, അവൻ ലേവി ഗോത്രക്കാരനല്ലല്ലോ, ഇവൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ, ഇവൻ എന്തിനാ കൂടാരം വിട്ടുപിരിയാതിരിക്കുന്നതെന്ന് മുഴുവൻ പേരും കൂടെ ചോദിച്ചിട്ട് ചിലര് പഠനം നിർത്തി, ചിലര് ജോലി ഉപേക്ഷിച്ചു, ചിലര് ആ പ്രായത്തിൽ സമപ്രായക്കാർ ചെയ്യുന്ന പലതും, അവർ പോകുന്നിടത്ത് അവർ പോത്തില്ല, അവർ ഇരിക്കുന്നിടത്ത് അവർ ഇരിക്കത്തില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. അവർ വ്യത്യസ്തരായി ജീവിക്കുകയാണ്. അവർ കൂടാരവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ വിളിയിലേക്ക് വരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം യഹൂദ ഗോത്രക്കാരനുമല്ല, ലേവി ഗോത്രക്കാരനുമല്ല, പാരമ്പര്യവുമില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ള ചിലത് നിങ്ങൾ ഓർത്തു നോക്കിക്കേ. ഗോഡ് വാസ് വീവിങ് എ മിലിറ്ററി ഓഫീസർ, ഒരു നല്ല യുദ്ധതന്ത്രജ്ഞനെ, ഒരു നല്ല യോദ്ധാവിനെ, ഒരു നല്ല ഹല്ലേലൂയ സ്തോത്രം മിലിറ്ററി ഓഫീസറിനെ ദൈവം നെയ്തെടുക്കുകയായിരുന്നു ആ കൂടാരവുമായിട്ട് ബന്ധപ്പെട്ട്. സമാഗമന കൂടാരത്തിനകത്ത് അടുക്കൽ എവിടെയെങ്കിലും യുദ്ധത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ മിലിറ്ററി ട്രെയിനിങ് ഉണ്ടോ? ഒരു പടയാളിയാകാനായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആയുധം ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, എന്തെങ്കിലും അവിടെ അതിനുള്ള ട്രെയിനിങ്ങിന്റെ ഏരിയ വല്ലതാണോ അത്? അല്ല. പക്ഷേ God was weaving a military officer to conquer the promised land. വാഗ്ദത്ത ദേശം വെട്ടിപ്പിടിക്കാൻ, വാഗ്ദത്ത ദേശം ചീട്ടിട്ട് വിഭാഗിക്കാൻ ദൈവം ഒരുവനെ, ആ കൂടാരവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവനെ ഒരുക്കിയെടുത്തു. യോശുവ പറയും, കൂടാരവുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച സകലതും സുവിശേഷത്തിന്റെ അപൂർത്തിക്ക് കാരണമായി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി. സ്തോത്രം. ചിലര് ബലഹീനരാണെന്ന് തോന്നിയേക്കാം, ചിലര് ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് അവരുടെ കഴിവും പ്രാപ്തിയും സമയവും ഒക്കെ കൂടാരത്തിന് വേണ്ടി ചിലവാക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വന്നേക്കാം. പക്ഷേ ഏൽപ്പിച്ചു കൊടുത്ത അങ്ങനെയുള്ള ചിലതിനെ ശക്തരായ യോദ്ധാക്കളാക്കി, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്നവനാക്കി. ഹല്ലേലൂയ. അപ്പൻ യോദ്ധാവല്ല, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പാരമ്പര്യമില്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ല, വീട്ടിൽ ഒരു പാസ്റ്റർമാര് പോലും ഇല്ല. ഹല്ലേലൂയ. ഒരു പാരമ്പര്യവും പറയാനില്ല. പക്ഷേ എടുത്തു വെക്കുന്ന യുദ്ധങ്ങൾ മുഴുവൻ ജയിക്കുന്ന ഒരു പോരാളിയാക്കി ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വർഷമാണ് ഇതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹോശേയ പ്രവാചനത്തിലേക്ക് പോയേ, ഹോശേയ പ്രവാചകനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14, 15 വാക്യങ്ങളൊക്കെ ആയിക്കുള്ള 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, ദൈവം ഒരു മനുഷ്യനെ നെയ്തെടുക്കുക എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം. ഒരു വേശ്യാസ്ത്രീയെ പോയി വിവാഹം കഴിക്കാൻ പറയുന്നു.
പരസംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ വിവാഹം കഴിക്കാൻ പറയുന്നു, അവളിൽ മക്കൾ ജനിക്കാൻ പറയുന്നു. എത്രമാത്രം നികൃഷ്ടമാണെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ലോകം അംഗീകരിക്കുമോ ഇങ്ങനെയുള്ളവരെ? ഞാൻ ചോദിക്കട്ടെ, സോക്കോൾഡ് പെന്തക്കോസ്റ്റ് ലോകം അംഗീകരിക്കുമോ? അവരംഗീകരിക്കാത്ത ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നത്. പ്രവാചകനോട് ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ, സ്തോത്രം, എവ്രിതിങ് വർക്ക് ടുഗദർ ഫോർ മൈ ഗുഡ്. ഹല്ലേലൂയ, എന്റെ നന്മയ്ക്ക് വേണ്ടി അത് വ്യാപരിച്ചു. ഹല്ലേലൂയ, ഗോഡ് വാസ് വീവിംഗ് എ പ്രോഫറ്റ് ആസ് എ സൈൻ ഓഫ് ഗോഡ്സ് ലവ് ടു ഹിസ് പീപ്പിൾ. തന്റെ സ്നേഹം പരസംഗത്തിൽ പോയ, വിഗ്രഹാരാധനയിൽ പോയ, നഷ്ടപ്പെട്ടു പോയ, ഹല്ലേലൂയ, തന്റെ ജനത്തെ ഏത് അളവ് വരെ തനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് ഈ ഭൂമിയിൽ കാണിക്കാൻ ഒരടയാളമായി ഒരുവനെ ദൈവം അവന്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളെയും ദൈവം നെയ്തെടുത്തു കൊണ്ടുവരികയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ലോകത്തിന്റെ കണ്ണിൽ നിസ്സാരമെന്ന് തോന്നിയത്, ലോകത്തിന്റെ കണ്ണിൽ നികൃഷ്ടമെന്ന് തോന്നിയത് അങ്ങ് അനുവദിച്ചിട്ട് എന്റെയോ, എന്റെ പ്രിയപ്പെട്ടവരുടെയോ, എന്റെ കുഞ്ഞുങ്ങളുടെയോ, എന്റെ ദൈവസഭയിലുള്ളവരുടെയോ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ സ്നേഹം ലോകത്തിന് പ്രദർശിപ്പിക്കാനുള്ള ഒരു അടയാളമാക്കി ആ ജീവിതങ്ങളെ തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആമോസ് പ്രവാചകനെ നോക്കിയാൽ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും വായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇദ്ദേഹം വാസ്തവത്തിൽ ഒരു ആട്ടിടയനായിരുന്നു. അദ്ദേഹം അമസ്യാവോട് പറയുകയാണ്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ ഒരാ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും. ഇദ്ദേഹത്തോട് ചോദിച്ചാൽ ഇദ്ദേഹം പറയും, വെറും ഒരു ഇടയനാ, കാട്ടത്തിപ്പഴം പെറുക്കുന്നവനാ. ഒരു സാധ്യതയില്ല, പ്രവാചകൻ ഗണത്തിലേ പെടുന്നില്ല താൻ, ഒന്നിനും സാധ്യതയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ആടിനെ നോക്കുന്നതിന്റെ ഇടയിൽ, കാട്ടത്തിപ്പഴം പെറുക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ദൈവശബ്ദം കേട്ടു. ജീവിതത്തിലെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ എവിടൊക്കെയോ വെച്ച് പ്രവചന ശബ്ദങ്ങൾ കേൾക്കുക. ഈ ആമോസ് പ്രവാചകനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇദ്ദേഹം, ഹല്ലേലൂയ, സ്തോത്രം, ഒബദ്യാവ്, യോവേൽ, യോന, ഈ പ്രവാചകന്മാർക്ക് ശേഷം വന്നവരാണ്. മാത്രമല്ല ഇദ്ദേഹം ആരുടെയൊക്കെ മുന്നോടിയാണെന്നറിയാം? ഹോശയ പ്രവാചകൻ, മീഖ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മുന്നോടിയാണ്. ഈ ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. എല്ലാ വിധത്തിലും അവർ സന്തോഷമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുന്ന സമയത്ത് താൻ താമസിച്ചുകൊണ്ടിരുന്ന യഹൂദദേശം വിട്ട് ഇസ്രയേലിൽ ചെന്ന് അതിഭീകരമായൊരു ന്യായവിധി വരുന്നു എന്ന് വിളിച്ചു പറയാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സാധാരണ ഇടയനായ കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. ചിലരുടെ ജീവിതം ഇങ്ങനെയാകുമെന്നൊന്ന് വിശ്വസിക്കാം. അവർ ചിലത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ജോലിയായിരിക്കും, പക്ഷെ അതിന്റെ നടുവിൽ എപ്പോഴൊക്കെയോ ഉണ്ടാകുന്ന എൻകൗണ്ടേഴ്സ് അവരെ അവരുടെ സ്വദേശത്ത് നിന്ന് പറിച്ച് അവരുടെ ശുശ്രൂഷയുടെ ദേശത്ത് കൊണ്ടുചെന്ന് നിർത്തി അന്ത്യകാല ശുശ്രൂഷ, ഒരു ഭീകരമായ ന്യായവിധി വരുന്നുണ്ട്, അതിനു മുമ്പ് അല്ലിയ നരകത്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ലോകത്തെ പ്രബോധിപ്പിക്കുന്ന, ലോകത്തോട് വിളിച്ചു പറയുന്ന
ചില ജീവിതങ്ങളായി ചിലതിനെയൊക്കെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നെയ്തെടുത്തുകൊണ്ടിരിക്കുക ദൈവമെന്ന് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാം. ചില നാടുകടത്തൽ, പത്മോസിലേക്ക് യോഹന്നാനെ നാടുകടത്തി, അതൊരു വെളിപ്പാട് പുസ്തകം കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിനെ ഹല്ലേലൂയ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിന്നും തിബരിയാസിന്റെ അനുഭവത്തിൽ നിന്നും വിളിച്ച മാളിക മുറിയിൽ കൊണ്ടുപോയിട്ട് തന്റെ ജീവിതത്തെ ദൈവം നെയ്തെടുത്തു. പത്രോസിനോട് ചോദിച്ചു, പത്രോസ് അപ്പോസ്തലനോട് ചോദിച്ചു, അപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവൻ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എത്ര പേരുടെ ജീവിതങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. നമുക്കിവരെ എല്ലാം ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കാമോ? ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും സകലതും കൂടെ കൂട്ടിച്ചേർത്ത് നെയ്ത് അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്ന ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാക്ക് പറഞ്ഞിട്ട് ഇതുവരെ മാറിയിട്ടില്ലാത്ത ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില അപ്പോസ്തലന്മാരെ നെയ്തെടുക്കുന്നു, ചില വലിയ ലീഡേഴ്സിനെ നെയ്തെടുക്കുന്നു. രാജകീയ അഭിഷേകവും പ്രവാചക അഭിഷേകവും ഹല്ലേലൂയ സ്തോത്രം പൗരോഹിത്യ അഭിഷേകവും ഒരുമിച്ച് ചുമക്കുന്ന ചിലതിനെ ഹല്ലേലൂയ നെയ്തെടുക്കുന്നു. ചില സാധാരണ യാത്രകളെ അസാധാരണ വിളിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു നിർത്തുന്ന, സാധാരണ ജോലി സ്ഥാനത്ത് നിന്ന് ഒരു പ്രവാചകന്റെ പൊസിഷനിലേക്ക് ചിലരെ അപ്ഗ്രേഡ് ചെയ്യുന്ന, ദൈവശബ്ദത്തിന് കാതുകൊടുത്ത് ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്ത വിഷയങ്ങളിലൂടെ കടന്നു പോകും. ശബ്ദം കേട്ടിട്ട് നോർത്ത് ഇന്ത്യക്ക് പോയവർ, ശബ്ദം കേട്ടിട്ട് ചുവട് വെച്ചവർ, വ്യക്തമായി ദൈവം ദർശനം കൊടുത്തിട്ട് തുടങ്ങിയ ചിലത് ഇപ്പോൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ, എത്ര തകർന്നാലും ദൈവത്തിനൊരുവനെ എങ്ങനെ പണിതെടുത്ത് മടക്കിക്കൊണ്ടുവരാമെന്ന് ലോകത്തിന് കാണിക്കുന്ന അടയാളങ്ങളാക്കി തകർന്ന ആ ശുശ്രൂഷയെ, തകർന്ന ആ കുടുംബജീവിതത്തെ, തകർന്ന ഹല്ലേലൂയ സ്തോത്രം ആ ജീവിതങ്ങളെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാക്കി തീർക്കുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് തരാൻ പോകുന്നതിനായി സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.